ഹലോ, അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഞണ്ടും തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി നാടൻ ഞണ്ട് കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഞണ്ടിനെ ഒരു 10-15 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞണ്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു അരമണിക്കൂർ എടുത്ത് ഞണ്ടെല്ലാം ക്ലീനാക്കി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കല്ലുപ്പും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു 10-15 മിനിറ്റോളം ഞണ്ടിനെ വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ വേവിച്ച് വെച്ച ഞണ്ടിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത് 3 ഇട്ട് നല്ലോണം വഴറ്റുക. അത് കഴിഞ്ഞിട്ട് 2-3 സവോള നല്ലോണം വഴറ്റിയെടുക്കുക. 2 പച്ചമുളകും വഴറ്റിയെടുക്കുക. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഈ 4 ചേർത്ത് നല്ലോണം ബ്രൗൺ കളറാവുന്ന വരെ നല്ലോണം വഴറ്റുക. ഇനി ഇതിലേക്ക് പാല് തയ്യാറാക്കേണ്ട രീതിയാണ്. ഒരു മുറി തേങ്ങയിൽ നല്ലോണം തിരുമ്പിയെടുത്ത് അതിലെ പാല് പിഴിഞ്ഞെടുക്കുക. മിക്സിയിലടിക്കാതെ പാല് പിഴിഞ്ഞെടുക്കുക, 1-ാം പാല് മാത്രം. അപ്പോഴത്തേക്കും നമ്മുടെ വേവിച്ച് വെച്ച് ഈ വെന്ത് വന്ന ഈ ഞണ്ടിലേക്ക് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവസാനമായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ തേങ്ങാപ്പാൽ ഈ ഞണ്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ വേകാൻ അധികം സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഞണ്ട് പാലൊഴിച്ച കറി റെഡി.